Hi all, welcome to Meet. അപ്പോൾ നമുക്ക് HSSC സോഷ്യോളജിയുടെ സിലബസിലേക്ക് ഒന്നും പോയി നോക്കാം. കാരണം എന്താണ്, നമുക്കറിയാം നോട്ടിഫിക്കേഷൻ വന്നു, അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് ഫെബ്രുവരി 4-ാം തീയതിയാണ്. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ നോക്കേണ്ടതെന്നും ഈ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് തയ്യാറെടുപ്പുകൾ എങ്ങനെയാണ് നടത്തേണ്ടതെന്നും നോക്കാം. അപ്പോൾ നമുക്ക് മൊഡ്യൂൾ 1 സോഷ്യോളജി ദ ഡിസിപ്ലിൻ, അങ്ങനെ 7 മാർക്കാണ് വെയിറ്റേജ് പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ സബ് ടോപ്പിക്സ് ആയിട്ട് ദ എമർജൻസ് ഓഫ് സോഷ്യോളജി, സോഷ്യോളജി ആസ് എ സയൻസ്, ഡെവലപ്മെന്റ് ഓഫ് സോഷ്യോളജി, ദ യൂസസ് ഓഫ് സോഷ്യോളജി. ഇത്രയുമാണ് മൊഡ്യൂൾ 1 വന്നിരിക്കുന്ന ടോപ്പിക്സുകൾ. ഇനി മൊഡ്യൂൾ 2 ആണെങ്കിലോ ബേസിക് കൺസെപ്റ്റ് ഇൻ സോഷ്യോളജി, അത് 7 മാർക്കാണ് വെയിറ്റേജ് വന്നിരിക്കുന്നത്. അതിൽ ബേസിക് കോൺസെപ്റ്റ്, സോഷ്യൽ സ്ട്രക്ചർ, സോഷ്യൽ ഗ്രൂപ്പ്, സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, ഫണ്ടമെന്റൽ എലമെന്റ്സ് ഓഫ് സൊസൈറ്റി, സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ, സോഷ്യൽ ഇന്ററാക്ഷൻ. ഇത്രയുമാണ് രണ്ടാമത്തെ മൊഡ്യൂളിൽ വന്നിരിക്കുന്ന സബ് ടോപ്പിക്സുകൾ. മൊഡ്യൂൾ 3 ആണെങ്കിലോ ക്ലാസിക്കൽ സോഷ്യോളജിക്കൽ ട്രഡീഷൻസ്, അതും വെയിറ്റേജ് എത്രയാണ്? 7 മാർക്കാണ് വെയിറ്റേജ് വന്നിരിക്കുന്നത്. അതിൻ്റെത് ആഗസ് കോംറ്റ്, ഹെർബർട്ട് സ്പെൻസർ, എമിലി ഡർഖെയിം, കാൾ മാർക്സ് വെബർ, ജോർജ് സിമ്മൽ. ഇത്രയുമാണ് മൂന്നാമത്തെ മൊഡ്യൂളിൽ വന്നിരിക്കുന്ന സബ് ടോപ്പിക്സുകൾ. ഇനി മൊഡ്യൂൾ 4 ആണെങ്കിലോ സ്ട്രക്ചർ ആൻഡ് ഫംഗ്ഷൻ ഇൻ സോഷ്യോളജിക്കൽ തിയറി, അതിന്റെ വെയിറ്റേജ് വരുന്നത് 7 മാർക്കാണ്. സോഷ്യൽ ആന്ത്രോപോളജിക്കൽ ട്രഡീഷൻ, കോൺഫ്ലിക്ട് തിയറി, സിംബോളിക് ഇന്ററാക്ഷണലിസം, ഫിനോമിനോളജി. ഇത്രയുമാണ് എന്ത് വന്നിരിക്കുന്നത്, നമ്മുടെ 4ാമത്തെ മൊഡ്യൂളിൽ വന്നിരിക്കുന്ന ടോപ്പിക്സുകൾ. മൊഡ്യൂൾ 5 കറന്റ് ഡിബേറ്റ്സ് ഇൻ സോഷ്യൽ തിയറി, ഇതിന്റെ വെയിറ്റേജ് വരുന്നത് 7 മാർക്കാണ്. ക്രിട്ടിക്കൽ തിയറി, റിഫ്ലക്സീവ് സോഷ്യോളജി, ഇന്റഗ്രേറ്റീവ് ഡെവലപ്മെന്റ്സ്, പോസ്റ്റ് സ്ട്രക്ചറൽ ഡെവലപ്മെന്റ്, പോസ്റ്റ് മോഡേൺ ഡെവലപ്മെന്റ്സ്. ഇത്രയുമാണ് നമ്മുടെ 5ാമത്തെ മൊഡ്യൂളിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. 6ാമത്തെ മൊഡ്യൂളിലോ ഇൻട്രൊഡക്ഷൻ ടു സോഷ്യൽ റിസർച്ച് മെത്തേഡ്സ്, വെയിറ്റേജ് 7 മാർക്ക്. Introduction to social research, classifications of social research, and overview of the research process, പിന്നെ data collection, major methods, അതുപോലെ റിപ്പോർട്ട് റൈറ്റിംഗ് ആൻഡ് റെഫറൻസ്. ഇത്രയുമാണ് നമ്മുടെ 6ാമത്തെ മൊഡ്യൂളിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. പിന്നെ മൊഡ്യൂൾ 7 അഡ്വാൻസ്ഡ് സോഷ്യൽ റിസർച്ച് മെത്തേഡ്സ്, 7 മാർക്കാണ് വെയിറ്റേജ് വരുന്നത്. ഒന്ന് ഇൻട്രൊഡക്ഷൻ ടു റിസർച്ച് സ്ട്രാറ്റജീസ്, അടുത്തതോ ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് പ്രോസസ്, ക്വാളിറ്റേറ്റീവ് റിസർച്ച്, ക്വാളിറ്റേറ്റീവ് ഡാറ്റ അനാലിസിസ്. ഇതാണ് 7ാമത്തെ മൊഡ്യൂളിൽ വരുന്നത് കേട്ടോ. ഇനി 8ാമത്തെ മൊഡ്യൂളിലോ സോഷ്യോളജി ഓഫ് ഇന്ത്യൻ സൊസൈറ്റി, അതിൻ്റെ വെയിറ്റേജ് വരുന്നത് 7 മാർക്കാണ്. ബേസിസ് ഓഫ് ഇന്ത്യൻ സൊസൈറ്റി, അപ്രോച്ചസ് ടു ദ സ്റ്റഡി ഓഫ് ഇന്ത്യൻ സൊസൈറ്റി, ഇന്ത്യൻ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, റൂറൽ ആൻഡ് ട്രൈബൽ കമ്മ്യൂണിറ്റീസ് ഇൻ ഇന്ത്യ, കണ്ടംപററി ഇഷ്യൂസ് ഇൻ ഇന്ത്യൻ സൊസൈറ്റി. ഇത്രയുമാണ് നമ്മുടെ മൊഡ്യൂൾ 8 ഉൾപ്പെട്ടിരിക്കുന്നത്. ഇനി മൊഡ്യൂൾ 9 സോഷ്യോളജി ഓഫ് ഡെവലപ്മെന്റ്, അതിൽ വരുന്നത് ചേഞ്ചിങ് കൺസെപ്ഷൻസ് ഓഫ് ഡെവലപ്മെന്റ്, തിയറീസ് ഓഫ് ഡെവലപ്മെന്റ്, ഗ്ലോബൽ സിനാരിയോ ഓഫ് ഡെവലപ്മെന്റ്, ഇന്ത്യൻ എക്സ്പീരിയൻസസ് ഓഫ് ഡെവലപ്മെന്റ്, അർബൻ പ്ലാനിംഗ് ആൻഡ് ഡെവലപ്മെന്റ്, ഇഷ്യൂസ്, ഇംപ്ലിക്കേഷൻസ് ആൻഡ് ചലഞ്ചസ് ഓഫ് അർബനൈസേഷൻ ഇൻ ഇന്ത്യ. ഇത്രയും നമ്മുടെ 9ാമത്തെ മൊഡ്യൂളിൽ വന്നിരിക്കുന്ന ടോപ്പിക്സുകളാണ്. ഇനി മൊഡ്യൂൾ 10 10ാമത്തെ മൊഡ്യൂളിൽ കേരള സൊസൈറ്റി, വെയിറ്റേജ് ഓഫ് 7 മാർക്ക്. അതിൽ അണ്ടർസ്റ്റാൻഡിംഗ് കേരള സൊസൈറ്റി, സോഷ്യൽ സ്ട്രക്ചർ ആൻഡ് പ്രോസസ് ഇൻ ഏർലി കേരള സൊസൈറ്റി, സോഷ്യൽ ട്രാൻസ്ഫോർമേഷൻ, കാസ്റ്റ് ആൻഡ് റിലീജിയൻ, ഫോർമേഷൻ ഓഫ് മോഡേൺ കേരള, പിന്നെയോ മാർജിനലൈസ്ഡ് കമ്മ്യൂണിറ്റീസ് ഇൻ കേരള, കണ്ടംപററി ഇഷ്യൂസ് ആൻഡ് സോഷ്യൽ ചേഞ്ചസ് ഇൻ കേരള. ഇത്രയുമാണ് നമ്മുടെ മൊഡ്യൂൾ 10 ഉൾപ്പെട്ടിരിക്കുന്നത്. അങ്ങനെ 10 മൊഡ്യൂളുകളാണ് ഇതിലുള്ളത്. അടുത്തത് എന്താണ്? റിസർച്ച് മെത്തഡോളജി ആൻഡ് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ്. അതിൽ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിന് 5 മാർക്കാണ്. അതിൽ ടീച്ചിങ്, നാച്ചർ, ഒബ്ജക്റ്റീവ്സ്, ക്യാരക്ടറിസ്റ്റിക്സ് ആൻഡ് ബേസിക് റിക്വയർമെന്റ്സ്, ലേണേഴ്സ് ക്യാരക്ടറിസ്റ്റിക്സ്, ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ടീച്ചിങ്, മെത്തഡ്സ് ഓഫ് ടീച്ചിങ്, ടീച്ചിങ് എയ്ഡ്, വാല്യുവേഷൻ സിസ്റ്റം. ഇത്രയുമാണ് ഉൾപ്പെട്ടിരിക്കുന്നത്. ഇനി അടുത്തത് എന്താണ്? റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ്, അതിന്റെ വെയിറ്റേജ് എന്താണ്? 5 മാർക്കാണ്. റിസർച്ച്, മീനിങ് ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് ആൻഡ് ടൈപ്സ്, സ്റ്റെപ്സ് ഓഫ് റിസർച്ച്, മെത്തഡ്സ് ഓഫ് റിസർച്ച്, റിസർച്ച് എത്തിക്സ്, പേപ്പർ, ആർട്ടിക്കിൾ, വർക്ക്ഷോപ്പ്, സെമിനാർ, കോൺഫറൻസ് ആൻഡ് സിമ്പോസിയം, തീസിസ് റൈറ്റിംഗ്, ഇറ്റ്സ് ക്യാരക്ടറിസ്റ്റിക്സ് ആൻഡ് ഫോർമാറ്റ്. അടുത്തത് ജനറൽ നോളജ്, കറന്റ് അഫയേഴ്സ് ആൻഡ് റിനൈസൻസ് ഇൻ കേരള. 20 മാർക്കാണ് വെയിറ്റേജ് വരുന്നത്. അതിൽ ജനറൽ നോളജ് ആൻഡ് കറന്റ് അഫയേഴ്സിൽ salient features of Indian Constitution, salient features of the Constitution, preamble, its significance and its place in the interpretation of the
Constitution, fundamental rights, directive principles of state policy, relation between fundamental rights and directive principles, fundamental duties. Executive, legislature, judiciary, both at union and state level. Other constitutional authorities. Central state relations, legislative, administrative and financial. Services under the union and the states. Emergency provisions. Amendment provisions of the Constitution. Other constitution authorities, Election Commission of India, Human Rights Commission, UPSC, State Public Service Commission, Information Commission, etc. Social welfare legislation and programs. Social service legislations like Right to Information Act, Prevention of Atrocities Against Women and Children, Food Security Act, Environmental Acts, etc. and social welfare programs like Employment Guarantee Program, Organ and Blood Donation, etc. അടുത്തത് Renaissance in Kerala and Freedom Movement. അതിൽ towards a new society. അതിൽ efforts to reform the society. On A, socio-religious reform movements. B, struggles and social revolts. പിന്നെ role of press in Renaissance, awakening through literature, women and social change, leaders of Renaissance. ലിറ്റററി ഫിഗേഴ്സ് ഇത്രയുമാണ് നമ്മുടെ റിനൈസൻസ് ഇൻ കേരളയിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. പിന്നെയോ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ എന്ത് വേണ്ടത് HSST സോഷ്യോളജിയിൽ പഠിക്കാനുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഡീറ്റെയിൽഡ് സിലബസ് ഞാൻ നമ്മുടെ ചാറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കാം. അപ്പോൾ നല്ല രീതിയിൽ പഠിക്കുക, പരീക്ഷകളൊക്കെ വരാൻ പോവുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതൊരു നല്ല രീതിയിൽ പഠിക്കാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ വീണ്ടും നിങ്ങൾക്ക് സപ്പോർട്ടിംഗ് ഗൈഡായിട്ട് കൂടെയുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ കോഴ്സിന് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ വിളിച്ച് കോൺടാക്ട് ചെയ്താൽ മതി. നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസും മറ്റു കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതായിരിക്കും. വിഷു ഓൾ ദി ബെസ്റ്റ്. നന്നായിട്ട് പഠിക്കുക. എന്തെങ്കിലും കോഴ്സിൽ ഫീ ഡിഡക്ഷൻ വേണമെങ്കിൽ LJ 002 എന്ന് പറയുന്ന കോഴ്സ് കോഡ് യൂസ് ചെയ്തിട്ട് പർച്ചേസ് ചെയ്താൽ മതി.